എനിക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്നും ലീവ് എൻകാഷ്മെന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, എന്നാൽ ഇത് ടാക്സിബിൾ ആണ് ഇങ്ങനെയുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായിരിക്കും അല്ലെ. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് ലീവ് എൻകാഷ്മെന്റ്? ഓരോ എംപ്ലോയർക്കും അവരവരുടേതായ ലീവ് പോളിസീസ് ആണുള്ളത്. ഇതിൻ പ്രകാരം അൺയൂസ്ഡ് ആയിട്ടുള്ള ലീവുകൾക്ക് പകരം നമുക്ക് എംപ്ലോയറുടെ കയ്യിൽ നിന്നും ലഭിക്കുന്ന എമൗണ്ടിനെയാണ് ലീവ് എൻകാഷ്മെന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ടാക്സിബിലിറ്റിയെ കുറിച്ച് നമുക്ക് നോക്കാം. ലീവ് എൻകാഷ്മെന്റ് രണ്ട് തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ, leave encashment received during the time of employment. Second one, leave encashment received at the time of resignation or retirement. First one, leave encashment received at the time of employment is fully taxable in the hands of employee. നമുക്ക് എംപ്ലോയ്മെന്റിന്റെ സമയത്താണ് ലീവ് എൻകാഷ്മെന്റ് കിട്ടുന്നതെങ്കിൽ അത് ഫുള്ളി ടാക്സിബിൾ ആണ്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്നാൽ ഇവിടെ നമുക്ക് മുൻ വർഷങ്ങളിൽ അപ്രൂവ് ആയ ലീവാണ് നമ്മൾ ഈ വർഷം എൻകാഷ് ചെയ്യുന്നതെങ്കിൽ റിലീവ് അണ്ടർ സെക്ഷൻ 89 അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഇതിൽ നിന്നും ടാക്സ് റിഡക്ഷൻ കിട്ടുന്നതാണ്. സെക്കൻഡ് വൺ, അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ. ലീവ് എൻകാഷ്മെന്റ് റിസീവ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ റെസിഗ്നേഷൻ. അത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അത് ഫുള്ളി എക്സെപ്റ്റ് ആണ്. അതായത് ഗവൺമെന്റ് എംപ്ലോയീസ് റെസിഗ്നേഷന്റെയോ റിട്ടയർമെന്റിന്റെയോ സമയത്ത് ലഭിക്കുന്ന ലീവ് എൻകാഷ്മെന്റിന് ഒട്ടും തന്നെ ടാക്സ് എടുക്കേണ്ടതായി വരുന്നില്ല. പ്രൈവറ്റ് എംപ്ലോയീസ് ആണെങ്കിൽ നിങ്ങളുടെ ലീവ് എൻകാഷ്മെന്റിന്റെ ഒരു പരിധി വരെ നിങ്ങൾക്ക് എക്സംഷൻ ആയി ലഭിക്കുന്നതാണ്. DM, if you have any queries on this, ഇതുപോലത്തെ ഫിനാൻഷ്യൽ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ഫോർ മോർ.